കോട്ടയം കറുകച്ചാലിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. കറുകച്ചാൽ ഉമ്പിടി സ്വദേശി കുറ്റിയാനിക്കൽ ബിനു ആണ് കൊല്ലപ്പെട്ടത്. പ്രതികളായ വിഷ്ണു, സെബാസ്റ്റ്യൻ എന്നിവർ സ്റ്റേഷനിൽ കീഴടങ്ങി. മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരും. ശ്രീജിത്ത്, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? കൂടുതൽ എന്തെങ്കിലും ഈ പ്രതികൾക്ക് ഈ കൊല്ലപ്പെട്ട ആളുമായി എന്തെങ്കിലും വൈരാഗ്യങ്ങൾ കൂടുതലായി ഉണ്ടായിരുന്നോ? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? മനു, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ തമ്മിൽ ചില സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇതിൽ കല്യാണം വിളിക്കാത്തതിനാണ് ഈ ബിനു സെബാസ്റ്റ്യന്റെ വീടിന് നേരെ കല്ലെറിഞ്ഞത്. അതായത് സെബാസ്റ്റ്യന്റെ കല്യാണമായിരുന്നു, അതിനെ ബിനുവിനെ വിളിച്ചിരുന്നില്ല. ഇതിനൊരു വൈരാഗ്യം മൂലം സെബാസ്റ്റ്യന്റെ വീടിന് കല്ലെറിഞ്ഞു. വിഷ്ണുവിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ രണ്ട് പ്രശ്നങ്ങൾ ഈ അടുത്തിടെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ഈ ബിനുവിനെ ഇവർ രണ്ടുപേർ ചേർന്ന് വെട്ടി കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രി വെട്ടേറ്റെങ്കിലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്നു. ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ഈ സംഭവത്തിന് പിന്നാലെ വിഷ്ണുവും സെബാസ്റ്റ്യനും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇവരുടെ കസ്റ്റഡി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രതികൾ കീഴടങ്ങിയുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ഇനി സാധ്യതയില്ല. പ്രതികൾ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ മൊഴിയും മറ്റും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബിനുവിനെ അപ്പാടെ നിരവധി വെട്ടേറ്റിരുന്നു. രക്തം വാർന്ന് പോകുന്ന സാഹചര്യം ഇതാണ് മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത്. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് ശേഷം ആയിരിക്കും ഇനി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. നന്ദി ശ്രീജിത്ത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ ഇന്ന് ഇഡിക്ക് മുമ്പിൽ ഹാജരായിട്ടില്ല. അതോ ഉൾപ്പെടെയുള്ള വാർത്തകൾ വരാനുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം.